ഇന്ന് 2025 ജനുവരി മാസം 13-ാം തീയതി തിങ്കളാഴ്ച ദിവസം സംസ്ഥാനത്തെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഇന്ന് തിങ്കളാഴ്ച, അതായത് 13-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ സംസ്ഥാനത്ത് വ്യാപകമായി പമ്പുകൾ അടച്ചിടുമെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് HPCL ഓഫീസിൽ ചർച്ച നടത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് യൂണിയനിൽപ്പെട്ട ചിലർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് പമ്പുകൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിലെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ഉൾപ്പെട്ടവരുമായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായവുമായി സംസ്ഥാന സർക്കാർ. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി മുഖേന നടപ്പാക്കി വരുന്ന വിദ്യാസമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പിന് അർഹരായവരിൽ നിന്ന് 2024-25 വർഷത്തേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ബിരുദാനന്തര കോഴ്സുകൾ, CA, CMA പോലെയുള്ള കോഴ്സുകൾക്കൊക്കെ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ വിവിധ മത്സര പരീക്ഷകളുടെ പരിശീലനത്തിനുള്ള ധനസഹായം അനുവദിക്കുന്ന വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റന്റ് പദ്ധതി 2024-25 അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾക്കും ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുന്നതിനും www.kswcfc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി മാസം 20 മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിൽ വീണ്ടും താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. ഇതിനെ തുടർന്ന് ജനം ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ സൂക്ഷിക്കണമെന്നും അധികൃതർ അറിയിച്ചു. 11 മുതൽ 3 വരെയുള്ള സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി ഏൽക്കുന്നത് ഒഴിവാക്കുക. ദാഹമില്ലെങ്കിലും പരമാവധി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് കിസാൻ സമ്മാൻ നിധിയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. 2018-19 വർഷത്തിൽ നിങ്ങളുടെ കൈവശം ഭൂമിയുണ്ട് എങ്കിൽ, അതിൽ ഒരു ചെറിയ കൃഷിയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭൂമിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധിയിൽ അപേക്ഷ കൊടുത്ത് ഒരു വർഷത്തിൽ 6000 രൂപ എന്ന സഹായം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ അടുത്ത ഗഡു വിതരണം ഇനി ഫെബ്രുവരി മാസത്തിലാണ് ഉണ്ടാകുന്നത്. 2000 രൂപയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് കിസാൻ സമ്മാൻ നിധി. ഇതിലേക്ക് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇതിലേക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള ഒരു മെമ്പർക്കാണ് അപേക്ഷ കൊടുത്ത് ഈ തുക കൈപ്പറ്റാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനമായി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തിയാൽ വിദ്യാസമ്പന്നരായ തൊഴിൽ രഹിതർക്ക് എല്ലാ മാസവും 8500 രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ്. യുവ ഉഡാൻ യോജന എന്ന പദ്ധതിയിലൂടെ ഒരു വർഷത്തേക്ക് തൊഴിൽ രഹിത വേതനം നൽകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഡൽഹി സർക്കാരും കേന്ദ്രവും യുവാക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.